ദിലീപിൻ്റെ വിധി വന്ന ദിവസം മുതൽ തന്നെ എല്ലാവരും മീനാക്ഷിയെ തന്നെയാണ് നോക്കുന്നത്. മീനാക്ഷി എങ്ങോട്ടേക്ക് പോയി എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവുമുണ്ട്. കാരണം മീനാക്ഷി ഇപ്പോഴാണ് ഡോക്ടറായത്. ഇപ്പോൾ ഡോക്ടറായി കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ജോലി ചെയ്ത് വരികയാണെന്ന് ദിലീപ് തന്നെ പറയുകയുണ്ടായിരുന്നു. അവിടുന്ന് കിട്ടിയ ശമ്പളം കൊണ്ട് അച്ഛന് വലിയ സമ്മാനമൊക്കെയാണ് ഇപ്പോൾ മകൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അച്ഛൻ വരുന്ന ദിവസം എനിക്കവിടെ നിൽക്കാനാകില്ല. പക്ഷേ അതിരാവിലെ അച്ഛനോടൊപ്പം അമ്പലത്തിൽ പോയി, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. അച്ഛന് വേണ്ടി പൂജകൾ ചെയ്തു, അതും സ്വന്തം കയ്യിലെ പൈസ കൊണ്ട്. താരപുത്രി ആയതുകൊണ്ട് തന്നെ അവൾക്കെന്തൊരു കുറവാണ്, അതൊക്കെ അവൾക്ക് ചെയ്യാൻ സാധിക്കും. ഏതൊരു മകളും ഒരു അച്ഛന് വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പലരും പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗ്യമൊക്കെ കിട്ടിയ ദിലീപിനെ സമ്മതിക്കണം. എന്നാൽ ഈ ഭാഗ്യമൊന്നും കിട്ടാതെ പോയത് മഞ്ജു ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പ്രേക്ഷകരും അതിനനുസരിച്ച് തന്നെ ഉത്തരം പറയുന്നുണ്ട്. ആ പറഞ്ഞത് സത്യമാണ്. കാരണം മഞ്ജുവിന് ആ ഭാഗ്യം ലഭിച്ചില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയാണിത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്ത, പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ളൊരു വാർത്ത, പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാനുള്ള കാരണമായി മാറുന്നൊരു വാർത്ത. അങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മീനാക്ഷിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ പലരും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചെത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി അച്ഛന് വേണ്ടി എന്തായാലും സമ്മാനം ഒരുക്കിയിട്ടുണ്ടാവുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ച് പറയുന്നത്. കാരണം അങ്ങനെ മറക്കുന്നൊരു മകളല്ല. അതേ ദിവസം താൻ അവിടെ ഉണ്ടാവരുത് എന്ന് മീനാക്ഷിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വിങ്ങിപ്പൊട്ടും ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മീനാക്ഷി അതേ ദിവസം ദിലീപിൻ്റെ അടുത്ത് നിൽക്കാത്തത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സമ്മതിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം. കൃത്യമായി എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയെ തന്നെ ഇത് വേഗം എത്തുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഇപ്പോൾ മീനാക്ഷിയെക്കുറിച്ചാണ് അറിയേണ്ടത്. മീനാക്ഷി എവിടെ പോയി എന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മീനാക്ഷി അങ്ങനെ ഒരിക്കലും എവിടേക്കും പോകില്ല. അത് മീനാക്ഷി അറിയുന്നവർക്ക്, അടുപ്പമുള്ളവർക്ക് നന്നായി അറിയാം. മീനാക്ഷി അച്ഛൻ്റെ മകളാണ്. ഒരിക്കലും അത് തെറ്റിച്ചോ അല്ലെങ്കിൽ അതിനെ മറികടന്നോ മീനാക്ഷി ഒന്നും ചെയ്യില്ല. അത് വളരെയധികം സത്യമായിട്ടൊരു കാര്യമാണ്. സത്യസന്ധതയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞ് ദിലീപിനെ പോലെ എല്ലാവരോടും വളരെയധികം സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരിയല്ല മീനാക്ഷി. എവിടെയെങ്കിലുമൊക്കെ തന്നെ മിണ്ടാതെ നിൽക്കാറാണ് മീനാക്ഷിയുടെ പതിവ്. ഒരു താരപുത്രിയാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു താരജാടയും ഇല്ലാത്തൊരു കുട്ടിയാണ് എന്ന് പറയാം. വളരെ ചെറുതിലെ ചിലപ്പോൾ എല്ലാവരും പറയും ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ടാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. മീനാക്ഷിക്ക് അങ്ങനൊരു പതിവേ ഇല്ല. മറിച്ച് എല്ലാവരോടും വളരെ സ്നേഹത്തിലാണ് മീനാക്ഷി പെരുമാറാറുള്ളത്. സ്നേഹം വളരെയധികം ആ കുട്ടിയുടെ അടുത്തുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് മീനാക്ഷി എല്ലാവരോടും പെരുമാറുന്നത്. അതാണ് മീനാക്ഷിയുടെ ഒരു പ്രത്യേകതയും. മീനാക്ഷിയുടെ ആ പ്രത്യേകത കൊണ്ട് തന്നെ ഈ താരപുത്രിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞേ മതിയാകും. അവർക്കൊക്കെ മീനാക്ഷിയോടുള്ള താല്പര്യമാണ് എപ്പോഴും കാണിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിലും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രേക്ഷകർ വളരെയധികം പ്രീതിയോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്ത. ആരാധകരും വളരെയധികം വിഷമത്തോടെയാണ് ഇപ്പോൾ മീനാക്ഷി അവിടെ കണ്ടില്ല എന്ന് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.